പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഫോഴ്സിൻ്റെ മോട്ടിവേഷണൽ ടോക്കിലേക്ക് സ്വാഗതം. ഹിമാചൽ പ്രദേശിലെ കാംഗ്ര ജില്ലയിലെ മക്ലിയോഡ് ഗഞ്ചിയിലെ ഒരു ദരിദ്ര കുടുംബത്തിലാണ് പിങ്കി ഹരിയാൻ എന്ന പെൺകുട്ടിയുടെ ജനനം. ചരൻകുട്ടിലെ ചേരിയിൽ ജീവിച്ചിരുന്ന അഭ്യസ്തവിദ്യരായ മാതാപിതാക്കൾക്ക് ജനിച്ച അവളുടെ ബാല്യം ഏറെ ദുഷ്കരമായിരുന്നു. വഴിയിൽ ഭിക്ഷയാചിച്ചും വിശപ്പടക്കാൻ വേണ്ടി മാലിന്യ കുമ്പാരങ്ങളിൽ നിന്ന് ഭക്ഷണം ശേഖരിച്ചുമുള്ള ദുരിതാവസ്ഥയിലൂടെയാണ് ആ കുട്ടി കടന്നുപോയിരുന്നത്. 2004 ആ കുട്ടി അമ്മയോടൊപ്പം ഭിക്ഷയാചിച്ച് നടക്കവേ ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ ടോങ്ലൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ തലവനായ ലോബ്സാങ് ജായാങ് എന്ന ബുദ്ധ സന്യാസി പിങ്കിയെ കണ്ടുമുട്ടി. ദരിദ്രരായ കുട്ടികൾക്ക് ഭക്ഷണവും പഠിക്കാനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ചാരിറ്റബിൾ സ്ഥാപനമാണ് ടോങ്ലൻ. ആ കുട്ടി ഇതുപോലെ ഭിക്ഷയാചിച്ച് നടന്നുകൊണ്ടിരുന്നാൽ തീർച്ചയായും അവളുടെ ഭാവിയും ഇരുളടഞ്ഞതായി പോകും എന്ന് മനസ്സിലാക്കിയ ആ സന്യാസി കുട്ടികളുടെ ചെറുപ്പത്തിലെ തന്നെ നല്ല വിദ്യാഭ്യാസം നൽകേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി മാതാപിതാക്കളെ ധരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവർ, പ്രത്യേകിച്ച് പിതാവ് കശ്മീരിലാൽ, യാതൊരു തരത്തിലും അതിനോട് അനുകൂലമായിരുന്നില്ല. പിങ്കിയെ പഠിക്കാൻ അനുവദിക്കാൻ അവരെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്ന സന്യാസികളുടെ കഠിനമായ ദൗത്യം അതിനാൽ തന്നെ വഴിമുട്ടി നിന്നു. വളരെ ദരിദ്രമായ കുടുംബത്തിലെ ഒരാളുടെ വരുമാനം നഷ്ടപ്പെടുമെന്നതായിരുന്നു അവരുടെ വലിയ പ്രതിസന്ധി. മണിക്കൂറുകൾ നീണ്ട അനുനയത്തിനൊടുവിൽ ലാൽ ഒരുവിധം സമ്മതിച്ചു. അങ്ങനെ ധർമ്മശാലയിലെ ദയാനന്ദ് പബ്ലിക് സ്കൂളിൽ പിങ്കിക്ക് അഡ്മിഷൻ നൽകുകയും പഠിക്കാൻ വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കുകയും ചെയ്തു. അവരുടെ ഹോസ്റ്റലിലെ ആദ്യ ബാച്ചിൽപ്പെട്ട ഒരു കുട്ടിയായിരുന്നു പിങ്കി. പഠനത്തിൽ ആ പെൺകുട്ടി അസാധാരണമായ മികവ് പ്രകടിപ്പിച്ചു. ചെറുപ്പത്തിൽ തന്നെ ഒരു ഡോക്ടർ ആകണമെന്ന ആഗ്രഹം അവളുടെ ഉള്ളിൽ കൊണ്ടു നടന്നിരുന്നു. അവൾ ഹോസ്റ്റലിൽ ചേർന്ന് 6 മാസം കഴിഞ്ഞപ്പോൾ ഹോസ്റ്റൽ അധികാരികൾ നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ തനിക്ക് ഒരു ഡോക്ടർ ആകണമെന്ന് അവൾ പറഞ്ഞു. ഡോക്ടർ ആകുന്നത് എന്താണെന്നോ അതിൻ്റെ പ്രചോദനം എവിടെ നിന്നാണ് വന്നതെന്നോ അവൾക്കപ്പോൾ ഒരു വ്യക്തതയുമില്ലായിരുന്നു. എങ്കിലും അവളുടെ ആ വലിയ സ്വപ്നം അവൾ പറഞ്ഞതാണ് ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിയത്. തുടക്കത്തിൽ തൻ്റെ വീടിനെയും മാതാപിതാക്കളെയും മിസ് ചെയ്തിരുന്നുവെങ്കിലും സാവധാനം പഠനത്തിൽ അവൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അവളുടെ അർപ്പണബോധത്തിൻ്റെ തെളിവായി പഠനത്തിൽ നല്ല മികവ് പുലർത്താൻ അവൾക്ക് സാധിച്ചു. വർഷങ്ങൾക്ക് ശേഷം 12ാം ക്ലാസ് പരീക്ഷ പൂർത്തിയാക്കിയപ്പോൾ അവൾക്ക് നീറ്റ് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ എഴുതുവാൻ അധികാരികൾ ആവശ്യമായ സഹായം ഏർപ്പാടാക്കി. എന്നാൽ എൻട്രൻസ് പരീക്ഷയിൽ പിങ്കിക്ക് വിജയിക്കാൻ സാധിച്ചെങ്കിലും സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിക്കുവാൻ ആവശ്യമായ ഉയർന്ന റാങ്ക് നേടാൻ പിങ്കിക്ക് കഴിഞ്ഞില്ല. അതേസമയം അമിത ഫീസ് കാരണം സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെ വാതിലുകൾ അവൾക്ക് മുൻപിൽ അടഞ്ഞുകിടന്നിരുന്നു. എങ്കിലും ടോങ്ലൻ ചാരിറ്റബിൾ ട്രസ്റ്റ് വീണ്ടും പിങ്കിയുടെ രക്ഷയ്ക്കെത്തി. UK ടോങ്ലൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സഹായത്തോടെ 2018 ചൈനയിലെ പ്രശസ്തമായ ഒരു മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിക്കുവാൻ സാധിച്ചു. MBBS കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം അടുത്തിടെ ധർമ്മശാലയിലേക്ക് അവൾ മടങ്ങിയെത്തി. 20 കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം നിരാലംബരെ സേവിക്കാനും അവർക്ക് മെച്ചപ്പെട്ട ജീവിതം നൽകാനും യോഗ്യതയുള്ള ഒരു ഡോക്ടറായി പിങ്കി ഹരിയാൻ സജ്ജമായിരിക്കുകയാണ്. അവളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പിങ്കിയുടെ സഹോദരനും സഹോദരിയും ഒരു സ്കൂളിൽ ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ പ്രാക്ടീസ് ആരംഭിക്കുന്നതിനുള്ള ലൈസൻസ് നേടുന്നതിനായി ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് പരീക്ഷയ്ക്കായുള്ള FMGE ഒരുക്കത്തിലാണ് പിങ്കി ഇപ്പോൾ. ഡോക്ടറായി പഠനം പൂർത്തിയായതിനു ശേഷം ഒരു ഇൻ്റർവ്യൂവിൽ അവൾ പറഞ്ഞത്, കുട്ടിക്കാലം മുതലുള്ള ഏറ്റവും വലിയ പോരാട്ടമായിരുന്നു ദാരിദ്ര്യം. തൻ്റെ കുടുംബം ദുരിതത്തിലാണെന്നത് ഏറെ വേദനാജനകമായിരുന്നു. സ്കൂളിലെത്തിയപ്പോൾ ജീവിതത്തിൽ വിജയിക്കണമെന്ന തീക്ഷ്ണമായ ആഗ്രഹം എപ്പോഴും ഉള്ളിലുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് ചേരിയിൽ താമസിച്ചിരുന്നതും കൊടിയ ദാരിദ്ര്യം നിറഞ്ഞ പശ്ചാത്തലവുമായിരുന്നു സ്വപ്നങ്ങൾ കാണാനുണ്ടായിരുന്ന അവളുടെ ഏറ്റവും വലിയ പ്രചോദനം. നല്ലതും സാമ്പത്തികമായി സുസ്ഥിരവുമായ ഒരു ജീവിതം അവൾ ആഗ്രഹിച്ചു.
അതിന് അവസരം കിട്ടിയപ്പോൾ അവർ ഏറെ ആവേശത്തോടെ അതിനുവേണ്ടി പരിശ്രമിച്ചു. അങ്ങനെ ഏറെ പേർ ആഗ്രഹിക്കുന്ന ഡോക്ടറാകാൻ പിങ്കിക്ക് സാധിച്ചു. അവളുടെ ഭാഗ്യവുമാണ്, അതോടൊപ്പം അവളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലവുമാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, വെല്ലുവിളികൾ ഏതുമാകട്ടെ, വലിയ സ്വപ്നങ്ങൾ കാണാൻ നാം തീരുമാനിച്ചാൽ തീർച്ചയായും ഉയരങ്ങളിൽ എത്തിച്ചേരാൻ ഈശ്വരൻ നമുക്ക് അവസരങ്ങൾ നൽകും. കിട്ടുന്ന അവസരങ്ങൾ തിരിച്ചു കിട്ടില്ല എന്ന യാഥാർത്ഥ്യബോധത്തോടെ, ആ തിരിച്ചറിവോടെ ആത്മാർത്ഥമായി നാം പരിശ്രമിച്ചാൽ വിജയമൊരിക്കലും നമുക്ക് അപ്രാപ്യമാകില്ല. അതുകൊണ്ട് വലിയ സ്വപ്നങ്ങൾ കാണൂ, അവയിൽ നല്ലതിനെ മുറുകെ പിടിക്കൂ, വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും നേരിടാൻ മനസ്സിനെ സജ്ജമാക്കൂ. നാളെ നമ്മൾ ആരായിത്തീരുമെന്ന് ഈശ്വരന് മാത്രമേ അറിയാൻ കഴിയൂ. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ശുഭാപ്തി വിശ്വാസം ഉണ്ടാകാൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യൂ. തീർച്ചയായും വിജയങ്ങൾ നമ്മെ തേടി വരും. എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി.